ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഓരോരോ ടാസ്കുകൾ ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ അശ്വിൻ. അങ്ങനെ വലിയ എന്തോ ഒരു പ്രൊജക്റ്റ് ഷാർപ്പ് 7 മണിക്ക് തന്നെ തൻ്റെ കൈകളിൽ എത്തണം, അതും ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഞെട്ടി. സാർ, ഞാനിത് അമ്മായിയുടെ വീട്ടിലാണ് ഇവിടെ കഴിയുന്നേ, ഇവിടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം നിനക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻസും എൻ്റെ ഡ്രൈവർ അവിടെ എത്തിച്ചോളൂ എന്ന് പറഞ്ഞു. നാളെ രാവിലെ തന്നെ എനിക്കതിൻ്റെ ഫയൽ കിട്ടിയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. സാറ് രാവിലെ തന്നെ ഡ്രൈവറെ അയച്ചാൽ മതി, ഞാൻ ഫയലാക്കി കൊടുത്തു വിടാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ കരുതിയത്? എൻ്റെ ഡ്രൈവർ നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നോ? ഒരാളെയും ഞാൻ അയക്കില്ല. ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്ത് തീർത്ത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് നീ തന്നെ അതെൻ്റെ വീട്ടിലെത്തിക്കണം. പറഞ്ഞത് മനസ്സിലായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശരിയെന്ന് പറയാൻ പോലും നിന്നില്ല, അവിടെ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ പെട്ടു. അപ്പോഴേക്കും നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഓഫീസിൽ നിന്നാ, വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പ്രീതിയെ വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് അശ്വൻ, മിസ് ശ്രുതിലക്ഷ്മി, ഇത്തവണ നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുന്നു. എങ്ങനെയെങ്കിലും ശ്രുതിയെ അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണല്ലോ ഇയാളുടെ ലക്ഷ്യം. അതങ്ങനെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ വർക്ക് ചെയ്യാൻ അങ്ങ് തുടങ്ങുന്നു. ആ സമയത്ത് ഇതേതോ ജാബോൻ്റെ കാലത്തുള്ള ഒരു ടൈപ്പ് റൈറ്ററാ, പറയുമ്പോൾ വലിയ കൊമ്പത്തുള്ള ആളാ അശ്വിൻ സാറാ. പക്ഷെ കൊടുത്തു വിട്ടതോ ഒരു തുരുമിച്ച ടൈപ്പ് റൈറ്ററും എന്നൊക്കെ പറഞ്ഞിരുന്ന് ടൈപ്പ് ചെയ്യുക പാവം. അപ്പോഴേക്കും പ്രീതി അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ മോളെ എന്ന് ചോദിച്ചു. നീ മാറ്റർ ഒന്ന് വായിച്ച് തരാമോ എന്ന് ചോദിച്ചു പ്രീതിയോട് ശ്രുതി. ദേ എൻ്റെ സാറ് തന്ന പണിയാണെന്ന് പറഞ്ഞു. പ്രീതി ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ശ്രുതി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അശ്വിന് ഉറക്കമില്ല, കാരണം നാളെ ശ്രുതിയെ പറഞ്ഞു വിടാനുള്ള ഇതാണല്ലോ. അതിനുവേണ്ടി അവൻ അവിടെ ഉറങ്ങാണ്ട് കിടക്കുന്നു. പാവം നമ്മുടെ ശ്രുതി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു ടൈപ്പ് റൈറ്ററിൽ കംപ്ലീറ്റ് ചെയ്തു മുഴുവൻ വർക്കും. അപ്പോൾ ചേച്ചിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ചേച്ചി വേണമെങ്കിൽ കിടന്നോളാൻ പറഞ്ഞു. അപ്പം നിനക്കോ മോളെ എന്ന് ചോദിച്ചപ്പോൾ ഇത് കഴിയാനേ ഒരുപാട് നേരമാകും, ചേച്ചി വെറുതെ ഉറക്കം ഉളയ്ക്കേണ്ട, പോയി കിടന്നോളാൻ പറഞ്ഞു. വേണ്ട ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞു പ്രീതി പറയുമ്പോൾ, വേണ്ട ചേച്ചി, ഞാൻ ചെയ്തോളാം. ഇന്ന് ചേച്ചിയുടെ പിറന്നാൾ ഞാനായിട്ട് കൊളാക്കി, ഇനിയിപ്പോൾ ഉറക്കവും ഞാനായിട്ട് കൊളാക്കണില്ല. അതുമാത്രമല്ല കേട്ടോ, ചേച്ചി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന് വായിച്ചാലേ ഏതെങ്കിലും ഒരു വഴി മിസ്സായാലേ കടലമിട്ടായി പിന്നെ എൻ്റെ തല എടുക്കാൻ വരും. അതുകൊണ്ട് ചേച്ചി സ്വത്തായിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു അനുജത്തി. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഏറ്റവും പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രീതിയെ പറഞ്ഞു വിട്ട് ശ്രുതി പാവം അവിടെ ഇരുന്ന് ഇങ്ങനെ ആ ഒരു വർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇരുന്ന് ഈ ടൈപ്പ് അടിക്കുന്നതിൻ്റെ ഒച്ച കേൾക്കാതിരിക്കാൻ വേണ്ടി ചേച്ചിക്ക് ഡിസ്റ്റർബ് ആകുമെന്നും പറഞ്ഞ് അവിടുന്ന് ഏറ്റു പോയി മാറിയിരുന്ന പാവം അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്തു കംപ്ലീറ്റ് ചെയ്തു. നേരം വെളുത്തു. രാവിലെ തന്നെ നമ്മുടെ ശ്രുതി അവരുടെ വീട്ടിലെത്തി. അപ്പോൾ സെക്യൂരിറ്റി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഈ വീട് എനിക്ക് നേരത്തെ പരിചയമുണ്ടല്ലോ, അന്ന് അഞ്ജലി മേഡത്തിന് സാരി കൊടുത്ത വീട് ഇത് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ അഞ്ജലി മേഡം ഇവിടെ ഉള്ളത് തന്നെയാണല്ലോ എന്നാ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ അശ്വിൻ സാറും ഈ വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. ഇപ്പം പറഞ്ഞ അശ്വതി മേഡവും അതുപോലെ അശ്വിൻ സാറും സഹോദരങ്ങളാ, ചേച്ചി അനിയനാണെന്ന് പറഞ്ഞു. ശ്രുതി ഞെട്ടിപ്പോയി. അതുപോലൊരു ചേച്ചിക്ക് ഇതുപോലെയുള്ള അനിയനോ? എൻ്റെ ഭഗവാനെ, ചേച്ചി ആട്ടുംകുട്ടിയെ പോലെ ഒരു പാവം, അനിയനാണെങ്കിൽ വേട്ടപ്പുലി. അയ്യോ, ഒരു ചേർച്ചയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തായാലും പറഞ്ഞു എന്ന് ചോദിച്ചാൽ ചേട്ടൻ ഒന്നുമില്ല എന്നാൽ ശരിയെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ആരാ അതൊന്നും ചോദിച്ചുകൊണ്ട് അശ്വതി അങ്ങോട്ടേക്ക് വന്നേ. അശ്വതിയെ കണ്ടപ്പോൾ ശ്രുതി ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ അഞ്ജലി മേഡം എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് സാരിയായിട്ട്, ഓ ഇപ്പം മനസ്സിലായി, വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ അകത്തേക്ക് കയറി ചെന്നു. ഈ പേപ്പറുകൾ കൊടുക്കാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ നേരത്തെ അഞ്ജലി ശ്രുതിയോട്. കുട്ടി സാരി തിരിച്ചെടുക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല മേഡം, ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും വന്നതല്ല. ഞാനിപ്പോൾ ഇവിടുത്തെ അശ്വൻ സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അശ്വൻ്റെ ഓഫീസിലോ? ആഹാ, നല്ല കാര്യമായല്ലോ, ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞു അന്നേരം അശ്വതി. സത്യത്തിലേ നീ അന്ന് കൊണ്ടുവന്ന ആ സാരി എല്ലാം ഒന്നും ഡാമേജ് ആയിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. 1 or 2 എണ്ണത്തിന് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അശ്വതി. നിന്നെ വിളിച്ച് ഈ കാര്യം പറയണം എന്ന് കരുതിയിരുന്നതാ. എൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ ഫോൺ നമ്പർ മിസ്സായിപ്പോയെന്നുള്ള കാര്യവും അശ്വതി പറഞ്ഞു. എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് മനസ്സിനാകെ ഒരു വിഷമമായിരുന്നു. എന്നാലും നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സുമയോടെ കുട്ടിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇരിക്കട്ടോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു നമ്മുടെ അശ്വതി അങ്ങ് പോയി. അപ്പോൾ അശ്വതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇതിനെപ്പോലെ ഒരു ചേച്ചിയാണല്ലോ ആ മുരടന് കിട്ടിയതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിൽ വേലക്കാരി ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നു. വേലക്കാരി ചേച്ചി വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആൾ വന്നു. അപ്പം നമ്മുടെ ശ്രുതിയെ കണ്ടപ്പോൾ മൈ ഗോഡ്,
ഹൈ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളും അപ്പച്ചി. അപ്പം നീ എന്താ ഇവിടെ എന്നാ ചോദിച്ചതെന്നൊക്കെ ചോദിച്ചു. അന്ന് സാരി ഇന്ന് വേറെന്തോ പുതിയ തട്ടിപ്പുമായിട്ടാണ് നീ വന്നിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അയ്യോ അല്ല ഞാനിവിടെ അതെ 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 നിന്നെ പോലുള്ള ഫ്രോഡുകൾക്ക് കയറി ഇറങ്ങി നടക്കാനുള്ള സ്ഥലമല്ല ഇത്, യു നോ ദേ. അപ്പം അങ്ങനെ കുറേ ഇംഗ്ലീഷൊക്കെ വായിക്കൊള്ളാത്തൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി അന്താളിച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ ശ്രുതി നോക്കി നിൽക്കുമ്പോൾ എന്താടി നീ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നത്, എന്താടി? യെസ് ദാറ്റ് ഈസ് അയാം. ഞാൻ തന്നെയാണ് അന്ന് നിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തത്. മൈ ഓർഡർ. മാഡം നിങ്ങളെന്തിനാ അന്ന് ആ ഓർഡർ ക്യാൻസൽ ചെയ്തതെന്ന് ശ്രുതി ചോദിച്ചു. സാരിയിൽ 1-2 മാത്രമേ ഡാമേജ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അഞ്ജലി മാഡം ഇപ്പോൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഓഹോ അഞ്ജലി മാഡം അങ്ങനെയൊക്കെ പറഞ്ഞോ? എന്നാൽ അതങ്ങ് മാക്സ് ആയിപ്പോയെന്ന് പറഞ്ഞു. കണക്കായിപ്പോയെന്ന് ശ്രുതി ചിരിക്കുക. നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചത്? എടി കൊച്ചേ, ഇവിടെ എന്ത് സംഭവിക്കണമെങ്കിലും ഈ മനോരമ വിചാരിക്കണം. യു നോ മൈ ഐ ആം ദ ബോസ് ഓഫ് ദ ഹൗസ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴേക്കും അശ്വതി അങ്ങോട്ടേക്ക് വന്നു. എന്താ ആൻറ്റി, എന്താ പ്രശ്നം എന്നും ചോദിച്ചു. ആൻറ്റിയോ? യെസ് ഐ ആം ആൻറ്റി ഓഫ് എയർ. എന്താ നിനക്കെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേടി? അഞ്ജലി മോളെ, ഇവളെ പോലുള്ള ഫ്രോഡുകളെ നമ്മൾ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല. ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇംഗ്ലീഷ്. ഫ്രോഡ് സാരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആൻറ്റി എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ നിൽക്കുന്ന നമ്മുടെ അശ്വൻ്റെ ഓഫീസിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞു. എൻ്റെ മൈ ഗോഡ്, നമ്മുടെ അശ്വന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയോ? നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ അബദ്ധം പറ്റുന്നതല്ലല്ലോ ഇവളെ പോലുള്ള ഫ്രോഡുകളെ ഓഫീസ് ഏൽപ്പിക്കാൻ. അപ്പം അഞ്ജലി മോളെ ദേ കുഞ്ഞനോട് പറഞ്ഞോ ഇവളെ എത്രയും പെട്ടെന്ന് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഓഫീസ് പറഞ്ഞു വിടാൻ പറഞ്ഞോളാം, ഇല്ലേ പണിയാകുവേ. ഇവളെ കണ്ടാൽ അറിഞ്ഞൂടെ നമ്പർ 1 ഫ്രോഡാണെന്ന് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറയണു. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവില്ല, പോകെ മനസ്സിലായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പം ആൻറ്റി പറഞ്ഞൊന്നും കുട്ടി കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു അശ്വതി. കുട്ടി അശ്വിനെ കാണാൻ വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വരാൻ പറഞ്ഞു. അശ്വൻ സാർ എവിടെയാ? അവൻ പൂൾ സൈഡിലുണ്ടാകും, രാവിലെ ഗാർഡനിങ്ങിലാവും അവൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അഞ്ജലിയെ അകത്തുനിന്ന് ഒരാൾ വിളിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നോളാൻ പറഞ്ഞിട്ട് അഞ്ജലി വിളിച്ചോടത്തേക്ക് പോണു. അപ്പോൾ അശ്വൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് അഞ്ജലി പറഞ്ഞു വിട്ടനുസരിച്ച് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ അശ്വനെ കണ്ടു. അശ്വൻ്റെ പുറകിൽ വന്നിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് പേടിച്ചിട്ട് വിളിക്കാൻ പോലും ടെൻഷനായിട്ട് നിൽക്കുക. പതുക്കെ സാറെന്നും പറഞ്ഞ് വിളിച്ചു. തിരിഞ്ഞു നോക്കിയ നോട്ടത്തിന് അശ്വൻ വേഗം തന്നെ വഴുതി വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങിയതും കയ്യിലുണ്ടായിരുന്ന അതെല്ലാം കൂടെ കളഞ്ഞിട്ട് നമ്മുടെ അശ്വനെ താങ്ങി പിടിച്ചു ശ്രുതി. പിന്നെ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് കറങ്ങി ഒരു രീതിയിൽ ഇങ്ങനെ നിന്നു. ഈ സമയത്ത് അശ്വന് ഭയങ്കര ദേഷ്യം. കൊണ്ടുവന്ന പേപ്പറുകൾ മുഴുവൻ ആ വെള്ളത്തിൽ പോയി. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അശ്വന് ഭയങ്കര ദേഷ്യം. ശ്രുതി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കും. ഇനി അടുത്ത പണി എനിക്കായിട്ട് വരുമല്ലോ എന്നുള്ളത്. കുറച്ച് നേരം രണ്ടുപേരും കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ശ്രുതിയെ ഇങ്ങനെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് അശ്വൻ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമായി അശ്വന്. നമ്മുടെ ശ്രുതി കൊണ്ടുവന്ന ആ ഒരു പേപ്പർ ഭാഗ്യത്തിന് താഴെ പോയില്ല. പേപ്പറെല്ലാം കൂടെ എടുത്ത് അശ്വൻ്റെ നേരെ ഇത് സാറ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അശ്വതി അങ്ങോട്ടേക്ക് വന്നു. എന്തു പറ്റി ശ്രുതി എന്ന് ചോദിച്ചു. ഒന്നുമില്ല മേഡം, സാറ് പെട്ടെന്ന് വേഗം വെള്ളത്തിൽ വീഴാൻ പോയപ്പോൾ ഞാൻ കയറി പിടിച്ചെന്നു. ഞാൻ വീഴാൻ പോയെന്നോ? നീ വീഴാൻ പോയപ്പോൾ ഞാനല്ലടി പിടിച്ചതെന്ന് ചോദിച്ചിട്ട് അശ്വൻ കഥ തിരിച്ചു വിടുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ അശ്വതിക്ക് ചിരി വന്നേ. സാരമില്ല, ആർക്കും എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം നമ്മുടെ അശ്വതി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നിൽക്കുക. അശ്വൻ്റെ മുഖത്ത് ഭയങ്കര കലിപ്പാണ്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം അതെ എൻ്റെ ടൈപ്പ്റൈറ്റർ മെഷീൻ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞപ്പം അതൊന്നും സാരമില്ല, നീ പേടിക്കണ്ട, അതിന് നിന്നെ വഴക്കൊന്നും പറയില്ല എന്ന് പറഞ്ഞ അശ്വതി. അല്ല കുഞ്ഞാ, അപ്പോൾ എവിടെ ഞാൻ പറഞ്ഞ ഫയൽസ് എന്ന് ചോദിച്ചു അശ്വിൻ. അത് കൊടുത്തു നമ്മുടെ ശ്രുതി. ഇയാളാണെങ്കിൽ ഇതെല്ലാം എടുത്ത് മറിച്ച് നോക്കി. അപ്പം മോളെ നീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ അശ്വതി ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും ചേച്ചി എന്ന് പറഞ്ഞ അശ്വിൻ പിന്നീന്ന് വിളിച്ചു. എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇവൾക്ക് ഓഫീസിൽ നല്ല പണിയുള്ളതാണെന്ന് പറഞ്ഞു. ഓഫീസ് 9 മണിക്കല്ലേ, ഇപ്പോൾ അതിനും വേണ്ടി സമയമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് അശ്വതി പറഞ്ഞേ. എന്തായാലും കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അശ്വതി. വാ കുഞ്ഞാ, ദേ മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ച് കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം വേണ്ട മേഡം, ഞാൻ പോയിക്കോളാവെന്ന് പറഞ്ഞു ശ്രുതി. അതൊന്നും ഇവിടെ പറ്റത്തില്ല, ഏതായാലും നീ ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. നീ വന്നേ കുഞ്ഞനും വാ എന്നും പറഞ്ഞ് നമ്മുടെ അശ്വതി ഇവരെ വിളിക്കുക. ഈ സമയത്ത് ശ്രുതി പോകാൻ മടിച്ചു നിന്നപ്പോൾ വാ കുട്ടി, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു എന്ന് വെച്ച് നിന്റെ ബോസ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാനൊന്നും പോണില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രുതിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. കുഞ്ഞനും വരാൻ പറഞ്ഞു. കുഞ്ഞനെയും വിളിച്ചു. നമ്മുടെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് ചെല്ലുന്നു. അപ്പോൾ മുത്തശ്ശി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അഞ്ജലി നിന്നോട് പറഞ്ഞിട്ട് എന്താ മടിയെന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ പറഞ്ഞു മുത്തശ്ശി. അന്ന് കൊണ്ടുവന്ന സാരിയൊക്കെ മുത്തശ്ശിക്കും മേഡത്തിനൊക്കെ ഇഷ്ടമായി എന്ന് അറിഞ്ഞപ്പോൾ എനിക്കും വളരെ സമാധാനമായി എന്ന് പറഞ്ഞു.
നീ ഇവിടെ ഇരിക്കും മോളെ, ഇരിക്കാം, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ശ്രുതി അവിടെ വിളിച്ചിരുത്തുന്നു. അങ്ങനെ ശ്രുതി അവിടെ ഇരിക്കുന്നു, മുത്തശ്ശി അടുത്തിരിക്കുന്നു, അശ്വതി അടുത്തിരിക്കുന്നു. ഇവരിങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് പേടിയായി തുടങ്ങി. ശ്രുതി ഇങ്ങനെ പേടിച്ച് കുറച്ചായിരിക്കുന്നു, എപ്പോൾ പണി വരുമെന്ന് അറിയത്തില്ലല്ലോ. ചിരിക്കാൻ പോലും പാവത്തിന് പേടിയാട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് അവർ ഫുഡ് കൊടുക്കുന്നു. ആ സമയത്ത് അടുത്ത ആൾ വന്നു. എൻ്റെ അമ്മായി ഗോഡ് എന്ന് പറഞ്ഞു, മുറി ഇംഗ്ലീഷും ഒക്കെ ആയിട്ട്. അങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്വനെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷനായി ശ്രുതിക്ക്. നീ അവിടെ ഇരിക്കുമ്പോളെ ഇന്നൊരു ദിവസത്തേക്ക് കുഞ്ഞൻ അവൻ്റെ ചേച്ചിയുടെ അടുത്ത് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞൻ്റെ സീറ്റിലാണ് അതിനെ പിടിച്ചിരുത്തിയത്. അതും തല്ലിയായി. അപ്പോഴേക്കും നമ്മുടെ അശ്വൻ അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി ഇരിക്കുമ്പോളെ ഇരിക്കുന്നു പറഞ്ഞ് ഇരുത്താൻ ശ്രമിക്കുക. അപ്പം മോൾ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇരുത്താൻ ശ്രമിക്കുന്നു. അശ്വൻ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. നീ ഇപ്പം തൽക്കാലം അവളുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു മുത്തശ്ശി അശ്വിനോട്. അശ്വിൻ അതുപോലെ തന്നെ വന്ന് അവിടെ ഇരുന്നു. അശ്വിൻ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ശ്രുതിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല കേട്ടോ. ശ്രുതിയാണെങ്കിൽ നേരെ പോലും നോക്കുന്നില്ലേ, കാരണം പേടിച്ചിട്ട്. ആൻറ്റിക്ക് ഇതൊക്കെ കണ്ട് കലിപ്പ് കയറി ആൻറ്റി ഇങ്ങനെ നിൽക്കുക. കാരണം ഇത്തിൽക്കണ്ണിയെ പിടിച്ച് കയറ്റി എന്നുള്ളതില്ല. പെട്ടെന്ന് മുത്തശ്ശി എനിക്കൊന്നും വേണ്ട, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അയ്യോ അതൊന്നും പറ്റില്ല, ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് കഴിക്ക് കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിൻ ഇങ്ങനെ തുറിച്ച് നോക്കുവാണ് ശ്രുതിയെ. പാവത്തിന് പേടിയായിട്ടാട്ടോ, കഴിക്കാൻ പോലും തോന്നുന്നില്ല പേടിച്ചിട്ട്. അങ്ങനെ അശ്വിൻ്റെ വീട്ടിൽ ആദ്യത്തെ ദിവസം തന്നെ കയറി നമ്മുടെ ശ്രുതി. ആ സമയം രണ്ടുപേരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരുമിച്ച് തുമ്മി. അശ്വിനും അതുപോലെ ശ്രുതിയും രണ്ടുപേരും ഒരുമിച്ച് തുമ്മിക്കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കുക, ഇതെന്താ എന്നുള്ളൊരിതിലെ. ആ സമയത്ത് ശ്രുതിക്ക് അതും പേടി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അശ്വതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിരി. ആൻറ്റി ആണെങ്കിൽ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണം. ഇതെന്താ രണ്ടുപേർക്കും ഒരുപോലെ ജലദോഷം പിടിച്ചോ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. എന്നും പറഞ്ഞിരിക്കുക അശ്വൻ ദേഷ്യം വന്നിട്ട്. എന്താ കുട്ടി എന്താ, നീയും ഇന്നലെ ഇവനെ പോലെ മഴ വല്ലതും നനഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒന്നും മിണ്ടുന്നില്ല അശ്വിനും. അപ്പോഴേക്കും അശ്വതി ഇങ്ങനെ എന്നും പറഞ്ഞ് അശ്വതിയെ നോക്കുന്നുണ്ടേ. അപ്പോൾ കഴിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നേരവും മുത്തശ്ശി. ശ്രുതിക്കാണെങ്കിൽ ഭക്ഷണത്തിലേക്ക് കൈയിടാൻ പോലും പേടി. ശ്രുതി എന്നിട്ട് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ കഴിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴേക്കും വേഗം തന്നെ അശ്വിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അശ്വിൻ വേഗം തന്നെ ഫോൺ എടുത്തു. അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോഴാണ് ശ്രുതിക്ക് ആശ്വാസമായത്. ഈ സമയത്ത് അശ്വതിയും പിന്നാലെ പോയി. അപ്പോൾ അങ്ങനെ അശ്വതി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും സാമ്പാറിൽ ഉപ്പിടാത്ത കാര്യമൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ആൻറ്റിയുടെ കുറേ ഇംഗ്ലീഷ് അങ്ങോട്ട് ഇറക്കി. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആ ആൻറ്റി അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട്, അശ്വിൻ്റെ കമ്പനിയിലാണ് മോള് ജോലി ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ അതെ മുത്തശ്ശി എന്ന് പറഞ്ഞു. അതെ, ഈ ഓഫീസിൽ വെച്ചും കുഞ്ഞൻ ഏതു നേരവും ഈ പെണ്ണിനെ ഫോൺ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. പെണ്ണോ? ഏത് പെണ്ണിൻ്റെ കാര്യം മുത്തശ്ശി ചോദിച്ചത്? ആ ലാവണ്യ എന്ന് പറയുന്ന പെണ്ണ്. എനിക്കൊന്നും അറിയില്ലെന്നാ അവൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഓ ലാവണ്യ മേഡത്തിൻ്റെ കാര്യമാണ് മുത്തശ്ശി ചോദിച്ചത്. അവരുടെ കാര്യം തന്നെയാ. നിനക്കറിയോ അവരെ? അപ്പോൾ പിന്നില്ലേ, ലാവണ്യ മേഡം അശ്വിൻ സാറിൻ്റെ സെക്രട്ടറി അല്ലേ എന്ന് ചോദിച്ചു ശ്രുതി. അവർക്ക് സാറിനെ എപ്പോഴും ഇങ്ങനെ ഫോണിൽ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശി, എന്നാലും വിളിക്കും. അവർ രണ്ടുപേരും ഏതു നേരവും ഓഫീസിൽ ഒരുമിച്ച് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സാർ ഓഫീസിലില്ലെങ്കിൽ മാത്രം ലാവണ്യ മേഡത്തിന് സാറിനെ വിളിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും ഒത്തിരി ചിരിക്കാനുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്